Hi all, welcome to Ijvis Academy. നെക്സ്റ്റ് ജനറേഷൻ എൻക്ലക്സ് സാറിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരു വാം വെൽക്കം. എനിക്കറിയാം നിങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയി, വളരെ ആകാംക്ഷയോടുകൂടി എൻക്ലക്സ് സാറൻ ആവുക എന്നുള്ള ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എൻക്ലക്സ് സാറൻ എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. സോ അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള എഫേർട്ടും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെ നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡി ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ ആ എഫേർട്ടിനെ അതിൻ്റെ ഒരു ഹെവിനെസ് കുറയ്ക്കാൻ വേണ്ടി അതിനെ മാക്സിമം കൺവീനിയൻ്റ് ആക്കുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ക്ലാസ്സസ് വളരെ ശ്രദ്ധയോടെ കേൾക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കരുത്. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കരുത്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, നമുക്കെല്ലാം വരുന്നത് സിനാരിയോ വൈസാണ്, പ്രാക്ടിക്കൽ ബേസിസിലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. സോ ബൈ ഹാർട്ട് പഠിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. രണ്ടാമത്തെ കാര്യം, എല്ലാം ഒറ്റയടിക്ക് പഠിക്കാനുള്ള ഒരു ആവേശത്തിൻ്റെ പുറത്ത് എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കരുത്. മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാം. അല്ലേ, നമുക്ക് മെല്ലെ തിന്നാൽ എന്നൊക്കെ പറയുന്നത് പോലെ ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കവർ ചെയ്യാന്നുള്ള ഒരു മെൻറ്റാലിറ്റി കിട്ടുന്നുണ്ട്. മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാം. ഓക്കെ, സോ ക്ലാസ്സസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. സോ സമയം കളയാതെ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ്. സോ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കെയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതേസമയം പേഷ്യൻറ്റിനുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ടോപ്പിക്കായിട്ട്. എത്തിക്കൽ പ്രിൻസിപ്പിൾസിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഡയറക്റ്റീവ് എന്നാണ്. ഓക്കെ, അഡ്വാൻസ് ഡയറക്റ്റീവ്. അപ്പോൾ അഡ്വാൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? അഡ്വാൻസ് എന്ന് പറയുന്നത് മുൻകൂട്ടി, അല്ലെ, മുൻകൂട്ടി ചെയ്യുന്ന, അഡ്വാൻസ് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ മുൻകൂട്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താ ചെയ്യുന്നത്? ഡയറക്റ്റീവ്സ്, ഡയറക്ഷൻസ് കൊടുക്കുക. അപ്പം മുൻകൂട്ടി ഡയറക്ഷൻസ് കൊടുക്കുന്നതിനെയാണ് അഡ്വാൻസ് ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി ചെയ്യുന്നത് ടെർമിനലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ക്രോണിക് ഡിസോർഡേഴ്സ്, ക്യാൻസർ പോലെയുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ഇൻകോമ്പീറ്റന്റ് ആവാൻ ചാൻസ് ഉള്ള പേഷ്യൻസ് ഒക്കെ. ഓക്കെ, ഇപ്പൊ മെന്റലി അൺസ്റ്റേബിൾ ആവാം, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിന്റെ എൻഡ് സ്റ്റേജ് ആവാം, അതല്ലെങ്കിൽ മെമ്മറി പ്രോബ്ലംസ് ഉള്ള ഡിമെൻഷ്യ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് ഫ്യൂച്ചറിൽ അവരുടെ കണ്ടീഷൻസ് വേഴ്സ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അഡ്വാൻസ് ഡയറക്റ്റീവ്സ്. എന്താണ് അതിൽ ചെയ്യുന്നത്? നാളെ എനിക്ക് ഡെസിഷൻ എടുക്കാൻ കേപ്പബിലിറ്റി ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷനിൽ എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഇന്ന ആളാണ് എന്ന് നമുക്കൊരാളെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് പറയാം, ഇൻ കേസ് എൻ്റെ കണ്ടീഷൻ വേഴ്സ് ആവുകയാണെങ്കിൽ, ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് DNR പറയാം, ഡു നോട്ട് റിസസിറ്റേറ്റ്, അല്ലേ. അപ്പോൾ പേഷ്യൻറ്റിന് തന്നെ പറയാൻ വേണ്ടി, നാളെ എൻ്റെ കണ്ടീഷൻ സിവിയർ ആയിട്ട് ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, ഇൻ കേസ് ഈവൻ ഇഫ് എനിക്ക് ഡെസിഷൻ എടുക്കാൻ പറ്റില്ലെങ്കിൽ DNR ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പേഷ്യന്റ് നേരത്തെ ഡിസൈഡ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ അഡ്വാൻസ് ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി പേഷ്യന്റ് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്, ഫ്യൂച്ചറിൽ എനിക്ക് ഡെസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, എൻ്റെ കാര്യങ്ങളിൽ ആരൊക്കെ ഇൻവോൾവ് ആവണം എന്ന് പറയുന്നതിനാണ് അഡ്വാൻസ് ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്, അല്ലേ. ടു കമ്മ്യൂണിക്കേറ്റ് എ ക്ലയൻറ്റ്സ് വിഷസ് റിഗാർഡിംഗ് എൻഡ് ഓഫ് ലൈഫ് കെയർ ഷുഡ് ദ ക്ലയന്റ് ബിക്കം അൺഏബിൾ ടു ഡു സോ. പേഷ്യന്റിന് പറ്റാത്തൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് അഡ്വാൻസ് ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, 2 കോമ്പണൻസ് ആണ് അതിൽ വരുന്നത്, 2 ടൈപ്പ് ഓഫ് നമ്മളിപ്പോൾ പറഞ്ഞു അതിൽ. ആക്ച്വലി ഒന്നാമത്തെ ലിവിങ് വിൽ എന്ന് പറയും. ലിവിങ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റിന്റെ വിഷസ്, ക്ലയന്റ് തന്നെ ഡിസൈഡ് ചെയ്യാണ് എനിക്ക് എന്തൊക്കെ, നമ്മൾ നേരത്തെ DNRന്റെ കാര്യം പറഞ്ഞതുപോലെ ക്ലയന്റ് ഡിസൈഡ് ചെയ്യും എന്താണ് എൻ്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നതാണ് ലിവിങ് വിൽ എന്ന് പറയുന്നത്, കേട്ടോ. ക്ലയൻസ് വിഷസ് ആണ് അതിൽ മെയിനായിട്ട് വരുന്നത്, ഒന്നാമത്തെ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡ്യൂറബിൾ പവർ ഓഫ് അറ്റോർണി, ഡ്യൂറബിൾ മെഡിക്കൽ പവർ ഓഫ് അറ്റോർണി എന്ന് പറയും. ഇതിലെന്താണ്, നമ്മളൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെ, അല്ലെങ്കിൽ നമുക്ക് പേഷ്യന്റിന് ട്രസ്റ്റ് ഉള്ള ഒരാളെ ഏൽപ്പിക്കുന്നതാണ് ഡ്യൂറബിൾ മെഡിക്കൽ പവർ ഓഫ് അറ്റോർണി. അതിന് പറയുന്ന പേരാണ്, വേറൊരു പേരാണ് ഹെൽത്ത് കെയർ പ്രോക്സി എന്ന് പറയുന്നത്. ഓക്കെ, ഓൾസോ കോൾഡ് ഹെൽത്ത് കെയർ പ്രോക്സി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, എ പേഴ്സൺ ഈസ് ഡെസിഗ്നേറ്റഡ് ടു മേക്ക് ഡെസിഷൻസ് ഫോർ ദ ക്ലയന്റ്. അപ്പോൾ ഇവിടെ വേറൊരാളെ, എൻ്റെ ട്രീറ്റ്മെന്റ്, പേഷ്യന്റ് പറയാണ് എൻ്റെ ട്രീറ്റ്മെന്റ് ഫ്യൂച്ചറിൽ ഇപ്പോൾ എനിക്ക് മെമ്മറി ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്രോണിക് പെയിൻ ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻ കേസ് എനിക്ക് ഡെസിഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ
എൻ്റെ മെഡിക്കൽ ഡെസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഈ എൻ്റെ ഇന്ന ആളാണ് എന്ന് പറയുന്നതാണ് ഹെൽത്ത് കെയർ പ്രോക്സി അല്ലെങ്കിൽ മെഡിക്കൽ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, ഈ ലിവിങ് വില്ലാണെങ്കിലും പവർ ഓഫ് അറ്റോർണി ആണെങ്കിലും ഇതിലൊക്കെ പറയുന്നത് മെഡിക്കൽ ഡെസിഷൻസിനെ കുറിച്ച് മാത്രമാണ്, അല്ലാതെ പേഷ്യൻറ്റിൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ മണി ഇതൊന്നും അല്ല. മെഡിക്കൽ ഡെസിഷൻസ്, മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെസിഷൻ എടുക്കാൻ ആണ് നമ്മൾ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ മെഡിക്കൽ പവർ ഓഫ് അറ്റോർണി നമ്മൾ ഒരാളെ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ ഫാമിലി തന്നെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ബ്ലഡ് റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ ഫാമിലിയിലെ ആരെങ്കിലും അകന്ന ഡിസ്റ്റന്റ് റിലേറ്റീവ് ആവാം, അതും അല്ലെങ്കിൽ കൊളീഗ് ആവാം, ഫ്രണ്ട് ആവാം, അങ്ങനെ ആർക്ക് വേണമെങ്കിലും ആവാം. ആരെയാണോ പേഷ്യൻറ്റിന് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ഉള്ളത് അവരെ പേഷ്യൻറ്റിന് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് അഡ്വാൻസ് ഡിറക്റ്റീവ്സ് വരുന്നത്, ലിവിങ് വിൽ, അതേപോലെ ഡ്യൂറബിൾ മെഡിക്കൽ പവർ ഓഫ് അറ്റോർണി. മെഡിക്കൽ ഡെസിഷൻസ് ആണ് എടുക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പേഷ്യൻറ്റിൻ്റെ ചോയ്സിനാണ് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി. പേഷ്യൻറ്റിന് ഇപ്പോൾ ഡെസിഷൻ എടുക്കാൻ കേപ്പബിൾ ആണ്, അപ്പം നമുക്ക് മെഡിക്കൽ പവർ ഓഫ് അറ്റോർണിക്ക് വാല്യൂ ഇല്ല, കാരണം ഫസ്റ്റ് പ്രയോറിറ്റി പേഷ്യൻറ്റിൻ്റെ ഡെസിഷനാണ്. ഇൻ കേസ് പേഷ്യൻ്റ് ഇൻകോമ്പീറ്റൻ്റ് ആവുകയാണെങ്കിൽ മാത്രമാണ് മെഡിക്കൽ പവർ ഓഫ് അറ്റോർണിക്ക് ആ പേഴ്സണ് അവിടെ റോളുള്ളൂ. എന്ന് മാത്രമല്ല, പേഷ്യൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ഈ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ പേഷ്യൻ്റ് ആദ്യം പറയാണ്, ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സ് ആരും ഇവിടെ ഇല്ല, അപ്പോൾ ആ സിറ്റുവേഷനിൽ പേഷ്യൻ്റ് പറയും, എന്നാൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ഇനി കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് എന്ന് പേഷ്യൻ്റ് ഒരു പക്ഷേ എഴുതി വെച്ചിട്ടുണ്ടാകും. കുറച്ച് ടൈം കഴിഞ്ഞ് അവരുടെ ഫാമിലിയൊക്കെ എത്തുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പേഷ്യൻറ്റിന് വേണമെങ്കിൽ, പേഷ്യൻറ്റിന് കൂടുതൽ ട്രസ്റ്റ് ഈ പറയുന്ന ഫാമിലി മെമ്പർ ആണെങ്കിൽ പേഷ്യൻറ്റിന് അത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അതിനുള്ള റൈറ്റ് പേഷ്യൻറ്റിനുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി, നഴ്സസ് റെസ്പോൺസിബിലിറ്റി ആസ് എ രജിസ്റ്റേർഡ് നഴ്സ്, അവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ ഈ പവർ ഓഫ് അറ്റോർണിയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആണ്, കറണ്ട് ആണ് എന്ന് നോക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഇനി അതിൽ വരുന്ന നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഗിവ് ഇൻഫോർമേഷൻസ്, പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെ കുറിച്ചും ഈ പവർ ഓഫ് അറ്റോർണിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പേഷ്യൻറ്റിന് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുക. ഓക്കെ, രണ്ടാമത് ഇൻഫോം ടീം മെമ്പേഴ്സ്, നമ്മുടെ ടീമിലുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ അറ്റോർണി പേഷ്യൻ്റ് അസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇനി എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ പേഷ്യൻ്റ് അസൈൻ ചെയ്തിട്ടുള്ള ആൾ, പവർ ഓഫ് അറ്റോർണി ഉള്ള ആൾ പറയുന്ന കാര്യം പേഷ്യൻറ്റിൻ്റെ ഡെസിഷനും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാണെങ്കിൽ, പേഷ്യൻ്റ് പറയണം എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറയാം. അപ്പോൾ ഇൻ കേസ് കൂടെ നിൽക്കുന്ന ഈ പവർ ഓഫ് അറ്റോർണി ഉള്ള ആൾ പറയണം അതല്ല, ഇത് വേണ്ട, അത് ശരിയാവില്ല എന്ന് പറയാം. ഇതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക, പേഷ്യൻ്റ് കോമ്പീറ്റൻ്റ് ആണെങ്കിൽ ഫൈനൽ ഡെസിഷൻ എപ്പോഴും പേഷ്യൻ്റാണ് എടുക്കുക. ക്ലയൻറ്റ് ചോയ്സ് ഓൾവേസ് ടേക്സ് പ്രയോറിറ്റി. ഓക്കെ, സോ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ ചോയ്സിനാണ് പ്രയോറിറ്റി എന്നുള്ള കാര്യം ഓർക്കുക. ഇതൊക്കെ നമ്മളിതിൽ ഈ സ്ക്രീനിൽ കാണുന്ന പോയിന്റ്സ് അതേപോലെ ബൈഹാർട്ട് ചെയ്യുന്നതാണ്. അതാണ് നേരത്തെ ബൈഹാർട്ടിൻ്റെ കാര്യം പറഞ്ഞത്. ഇതെല്ലാം സിനാരിയോയിൽ വരുന്ന ഓരോ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ നമ്മുടെ മൈൻഡിൽ ഓർമ്മയുണ്ടാകണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഡസൻറ്റ് മാറ്റർ ഹൂ ഹാസ് ദ പവർ ഓഫ് അറ്റോർണി, ഇഫ് പേഷ്യൻ്റ് ഈസ് കോമ്പീറ്റൻറ്റ്, പേഷ്യൻറ്റിന് ഡിസിഷൻ എടുക്കാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ചോയ്സിനാണ് ഫൈനൽ പ്രയോറിറ്റി അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡോക്യുമെന്റ് അഡ്വാൻസ് ഡയറക്റ്റീവ് സ്റ്റാറ്റസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, എപ്പോഴും പേഷ്യൻ്റ് അഡ്വാൻസ് ഡയറക്റ്റീവ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം കറന്റ് സ്റ്റാറ്റസ്. പേഷ്യൻ്റ് ഇത് ചേഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് ആക്കിയ വിവരം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. കറന്റ് സ്റ്റാറ്റസ് എന്താണോ അതായിരിക്കണം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പേഷ്യൻറ്റിന് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം. പേഷ്യൻ്റ് ഇപ്പോൾ ഡെസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ നമുക്ക് അവിടെ സജഷൻസ് ഒന്നും, നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒന്നും നമ്മൾ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അവരുടെ എന്താണോ അവരുടെ ഡെസിഷൻ അതിന് നമ്മൾ റെസ്പെക്ട് ചെയ്യും. ഓക്കെ, അവർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മീൻസ് മെഡിക്കലി ഉള്ള കാര്യങ്ങൾ പറയാം, ബട്ട് അതും സജഷൻ കൊടുക്കേണ്ടത് നഴ്സസ് അല്ല, ഡോക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പേഷ്യൻറ്റിന് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, അതേപോലെ തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സിനും അതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും പേഷ്യൻറ്റിൻ്റെ
ചോയ്സിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇൻ കേസ് ഇപ്പോൾ പവർ ഓഫ് അറ്റോർണി നമ്മളൊരു പേഷ്യന്റിന്റെ ഫ്രണ്ടിന്റെ പേരിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ പേഷ്യന്റിന്റെ കണ്ടീഷൻ ബാഡ് ആയ സമയത്ത് ഒരു ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഇപ്പൊ മകൻ അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും ഒരാണ് അവരുടെ വേറെ ഡെസിഷനാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് ഡെസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം പേഷ്യന്റ് പറഞ്ഞിരിക്കുന്നത് ആരാണ്? എൻ്റെ ഫ്രണ്ടാണ് ഡെസിഷൻ എടുക്കേണ്ടതെന്നാണ്. പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് പേഷ്യന്റിന്റെ ഫ്രണ്ടിനാണ്. സോ അവിടെ ക്ലയന്റിന്റെ ചോയ്സിനാണ് പ്രയോറിറ്റി. ഇതാണ് അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ അഡ്വാൻസ് ഡയറക്റ്റീവ്സിൽ വരുന്നത്. ഫൈനൽ ഡെസിഷൻ എന്ന് പറയുന്നത് പേഷ്യന്റിനാണ്. ഓക്കെ, ഇനി പേഷ്യന്റ് നേരത്തെ പറഞ്ഞോണം, പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പേഴ്സണൽ സജഷൻസ് ഒരിക്കലും പേഷ്യന്റിന് കൊടുക്കാൻ പാടില്ല. ഇനി പേഷ്യന്റിന് പറയാൻ എനിക്ക് ഇത് മെഡിക്കലി ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ആസ് എ നേഴ്സ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഫിസിഷ്യനെ ഇൻഫോം ചെയ്യാം. ഫിസിഷ്യന് വേണമെങ്കിൽ എന്തെങ്കിലും സജഷൻസ് കൊടുക്കാം. സജഷൻസ് കൊടുത്തു കഴിഞ്ഞാലും ഫൈനലി വീണ്ടും ഡെസിഷൻ എടുക്കേണ്ടത് ആരാണ്? പേഷ്യന്റ് തന്നെയാണ്. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത്, റൈറ്റ് ടു മേക്ക് ഡെസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും പേഷ്യന്റിനാണ്.